ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് യൂസ്ഡ് ടു അതുപോലെ ബി യൂസ്ഡ് ടു ഇത് എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസസിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ഓവർ ടു ദ വീഡിയോ. ഫസ്റ്റ് വൺ, നമ്മൾ യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നാണ്, അല്ലേ? യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉപയോഗിക്കുക എന്നാണ്. പക്ഷെ അതിന് യൂസ്ഡും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. യൂസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മളത് ചെയ്യാറില്ല എന്നുള്ള അർത്ഥം കൂടെ കൺവേഡ് ആണ്. ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഞാൻ പണ്ട് വായിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഐ യൂസ്ഡ് ടു. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു റീഡ്. കണ്ടോ? ഐ യൂസ്ഡ് ടു റീഡ്. ഞാൻ വായിക്കാറുണ്ടായിരുന്നു. ഞാൻ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഗോ. ഞാൻ പോകാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഗോ ടു ജിം. ഞാൻ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് എന്ന് വെച്ചാൽ ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഞാൻ ചായ കുടിക്കാറില്ല, മേ ബി ഇപ്പം ഞാൻ കോഫിയാണ് കുടിക്കാറുള്ളത് എന്നൊക്കെയുള്ളൊരു അർത്ഥം ഉണ്ടല്ലേ. ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു, ഇപ്പം കുടിക്കാറില്ല. ഓക്കെ. ഞാൻ പാടാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു സിങ്. കണ്ടോ? അപ്പം ഇവിടെ നമുക്കറിയാം യൂസ്ഡ് ടു എന്ന് ചേർത്തിട്ട് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് വേർബിൻ്റെ ബേസ് ഫോമാണ്, അല്ലേ? കണ്ടോ? റീഡ്, ഗോ, ഡ്രിങ്ക്, സിങ്. V1 വേർബിൻ്റെ ബേസ് ഫോമാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പണ്ട് വായിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു റീഡ്. ഞാൻ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗോ ടു ജിം. ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഡ്രിങ്ക് ടീ. ഞാൻ പാടാറുണ്ടായിരുന്നു. ഐ യൂസ് ടു സിങ്. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. അവൻ നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഹി. അവൻ. ഹി യൂസ്ഡ് ടു ഡാൻസ്. അവൻ നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഡാൻസ്. അവൾ വിജയിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു വിൻ. ഷീ യൂസ്ഡ് ടു വിൻ. അവൾ വിജയിക്കാറുണ്ടായിരുന്നു. അവർ പാർക്കിൽ പോകാറുണ്ടായിരുന്നു. അവർ ആണല്ലേ. അപ്പം ദേ എങ്ങനെ വരും? ദേ യൂസ്ഡ് ടു ഗോ. അവർ പോകാറുണ്ടായിരുന്നു. ടു ദ പാർക്ക്. They used to go to the park. ഞാൻ പാചകം ചെയ്യാറുണ്ടായിരുന്നു. I used to cook. അവർ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. They used to wear rings. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ വായിക്കുമ്പം he used to dance, she used to win എന്ന് വായിക്കരുത്. ഇത് ഒരുമിച്ചിട്ട് നമ്മൾ യൂസ് ടു എന്നാണ് വായിക്കുന്നത്. ഹി യൂസ് ടു ഡാൻസ്, ഷി യൂസ് ടു വിൻ, ദേ യൂസ് ടു ഗോ ടു ദ പാർക്ക്, ഐ യൂസ് ടു കുക്ക്, ദേ യൂസ് ടു വെയർ റിങ്സ്. ഇങ്ങനെ യൂസ് ടു എന്ന് ഒരുമിച്ചിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുള്ളത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ നോക്കാം. ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം. ഇനി ഞാൻ ഒത്തിരി യാത്ര ചെയ്യാറില്ലായിരുന്നു എങ്ങനെ പറയാം? ഐ. ഇവിടെ നമ്മൾ ഡിൻറ്റ് യൂസ് ചെയ്യുന്നു. ഐ ഡിൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇനി യൂസ്ഡ് എന്ന് പറയണ്ട, യൂസ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഡിഡ് തന്നെ പാസ്റ്റ് ടെൻസ് ആക്കി. ഡിഡ് പ്ലസ് യൂസ് ആണ് യൂസ്ഡ് ആവുന്നത്. സോ ഐ ഡിൻറ്റ്. ഇല്ല എന്ന് പറയാൻ നമുക്ക് ഡിൻറ്റ് എന്നുള്ളത് നിർബന്ധമായിട്ടും ചേർക്കണം, അല്ലേ, പാസ്റ്റ് ടെൻസിൽ. സോ ഐ ഡിൻറ്റ് യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഞാൻ അധികം യാത്ര ചെയ്യാറില്ലായിരുന്നു. ഓക്കെ. ഐ ഡിൻറ്റ് യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഇനി നീ അധികം യാത്ര ചെയ്യാറുണ്ടായിരുന്നോ എങ്ങനെയാ ചോദിക്കുക? ഡിഡ് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കി എടുത്തു. ഡിഡ് വന്നതുകൊണ്ട് യൂസ് മതി അല്ലേ? ഡിഡ് യു യൂസ് ടു ട്രാവൽ എ ലോട്ട്? നീ ഒത്തിരി യാത്ര ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡിഡ് യു യൂസ് ടു ട്രാവൽ എ ലോട്ട്? നെക്സ്റ്റ് വൺ, അവൻ ഒരു കാർ ഓടിക്കാറുണ്ടായിരുന്നു. ഹീ യൂസ്ഡ് ടു ഡ്രൈവ്. അവൻ ഓടിക്കാറുണ്ടായിരുന്നു എ കാർ, ഒരു കാർ. ഇനി ഇത് നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഹീ ഡിൻറ്റ്, ഇല്ലായിരുന്നു എന്ന് പറയാം. ഹീ ഡിൻറ്റ്, അപ്പോൾ യൂസ് മതി അല്ലേ? ഹീ ഡിൻറ്റ് യൂസ് ടു ഡ്രൈവ് എ കാർ. ഇനി നമുക്ക് യൂസ്ഡ് ടു എന്ന് വെച്ച് തന്നെ നെഗറ്റീവ് ആക്കാം. അപ്പോൾ നമ്മൾ ഡിൻറ്റിന് പകരം നെവർ ആഡ് ചെയ്താൽ മതി. ഹി നെവർ. ഇനി നമുക്ക് യൂസ്ഡ് എന്ന് ചേർക്കാം. ഡിഡ് വരുമ്പോൾ മാത്രമാണ് ഡി ഇവിടെ ചേർക്കാൻ പറ്റാത്ത കേട്ടോ. ഹി നെവർ യൂസ്ഡ് ടു ഡ്രൈവ് എ കാർ. ഹി നെവർ യൂസ് ടു ഡ്രൈവ് എ കാർ. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യൻ ആക്കി നോക്കാം. എങ്ങനെയാ ചോദിക്കുക? ഡിഡ് ഹി, ഡിഡ് വന്നുകൊണ്ട് യൂസ് മതി. ഡിഡ് ഹി യൂസ് ടു ഡ്രൈവ് എ കാർ? ഇനി ഷീ യൂസ് ടു സ്മോക്ക്. അവൾ പുക വലിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഷീ ഡിൻറ്റ് യൂസ് ടു സ്മോക്ക്. അല്ലെങ്കിൽ ഷീ നെവർ യൂസ്ഡ് ടു സ്മോക്ക്. എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? ഡിഡ് ഷീ യൂസ് ടു സ്മോക്ക്? സോ നമ്മളിവിടെ പഠിച്ചത്, ദിസ് എ ക്വസ്റ്റ്യൻ റൈറ്റ്? സോ നമ്മളിവിടെ പഠിച്ചത് യൂസ് ടു എന്ന് ചേർക്കുന്നത് ഡിഡ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ്ഡ് ടു എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഐ ഡിൻറ്റ് യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യാറില്ലായിരുന്നു. ഡിഡ് യു യൂസ് ടു ട്രാവൽ എ ലോട്ട്? നീ ഒത്തിരി യാത്ര ചെയ്യാറുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ ആണ്. ഹി യൂസ് ടു ഡ്രൈവ് എ കാർ. അവനൊരു കാർ ഓടിക്കാറുണ്ടായിരുന്നു. ഹി ഡിൻറ്റ് യൂസ് ടു ഡ്രൈവ് എ കാർ. അവനൊരു കാർ ഓടിക്കാറില്ലായിരുന്നു. ഹി നെവർ യൂസ് ടു ഡ്രൈവ് എ കാർ. സെയിം മീനിങ് ആണ്. അവൻ കാർ ഓടിക്കാറേ ഇല്ലായിരുന്നു. ഡിഡ് ഹി യൂസ് ടു ഡ്രൈവ് എ കാർ? അവൻ കാർ ഓടിക്കാറുണ്ടായിരുന്നോ? ഷീ യൂസ് ടു സ്മോക്ക്. അവൾ പുക വലിക്കാറുണ്ടായിരുന്നു. ഷീ ഡിൻറ്റ് യൂസ് ടു സ്മോക്ക്. അവൾ പുക വലിക്കാറില്ലായിരുന്നു. ഷീ നെവർ യൂസ് ടു സ്മോക്ക്. ഡിഡ് ഷീ യൂസ് ടു സ്മോക്ക്? അവൾ പുക വലിക്കാറുണ്ടായിരുന്നോ? സോ എങ്ങനെയാണ് യൂസ് ടു എന്നുള്ളത് സെൻറ്റൻസസിൽ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഇനി നമ്മൾ ബി യൂസ്ഡ് ടു എന്ന് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യം ശീലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവന് ചൂട് കാലാവസ്ഥ ശീലമാണ്. ഓക്കെ, അപ്പോൾ ഹീ ഇസ് യൂസ്ഡ് ടു. അവന് ശീലമാണ് ഹോട്ട് വെതർ. ചൂടുള്ള കാലാവസ്ഥ അവന് ശീലമാണ്. അവൾക്ക് പുകവലി ശീലമാണ്. ഷീ ഇസ് യൂസ്ഡ് ടു സ്മോക്കിംഗ്. എനിക്ക് വായന ശീലമാണ്. എങ്ങനെ പറയും ഞാൻ? ഐ ആം യൂസ്ഡ് ടു റീഡിങ്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ ബി യൂസ്ഡ് ടു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബി എവിടെ? ബിയുടെ പല പല ഫോംസ് ആണ്. ഇസ്, ആം, ആർ, വാസ്, വെയർ എന്നൊക്കെ ഉള്ളത്. സോ ഹീ ഇസ് യൂസ്ഡ് ടു എന്ന് വെച്ചാൽ ഹീ ബി യൂസ്ഡ് ടു, ബി യൂസ്ഡ് ടു. ഓക്കെ, അപ്പോൾ ഹീ ഇസ് യൂസ്ഡ് ടു എന്ന് വെച്ചാൽ ശീലമാണ് എന്നാണ് അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കുക, ഇനി യൂസ്ഡ് ടുവിൻ്റെ കൂടെ ബി യൂസ്ഡ് ടുവിൻ്റെ കൂടെ, ബി ഫോമാണ് ആം, ബി യൂസ്ഡ് ടുവിൻ്റെ കൂടെ നമ്മൾ വേർബിന് ഐ എൻ ജി കൊടുക്കുന്നുണ്ട് അല്ലേ? വേർബ് പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ജെറൻഡ് എന്ന് വിളിക്കുന്നത്. വേർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്തിട്ട് അതിനൊരു നൗണിൻ്റെ പോലെ തോന്നിക്കുന്നതിനെയാണ് നമ്മൾ ജെറൻഡ് എന്ന് വിളിക്കുന്നത്. സോ ഈസ് യൂസ്ഡ് ടു, ആർ യൂസ്ഡ് ടു, ആം യൂസ്ഡ് ടു എന്നൊക്കെ വരുമ്പം ഇവിടെ ഐ എൻ ജി വരണം. എനിക്ക് പുകവലി ശീലമായിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ് യൂസ്ഡ് ടു സ്മോക്കിംഗ്. ഐ വാസ് യൂസ്ഡ് ടു സ്മോക്കിംഗ്. എനിക്ക് പുകവലി ശീലമായിരുന്നു. നമുക്ക് പുകവലി ശീലമാകും. ഭാവിയിലെ കാര്യമാണെങ്കിൽ വി
will be used to smoking. We will be used to smoking. Will be used to. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ യൂസ്ഡ് ടു സ്മോക്ക് എന്ന് മതി. ഐ യൂസ്ഡ് ടു സ്മോക്ക്. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു. എനിക്ക് പുകവലി ശീലമാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ബി യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. ഐ ആം യൂസ്ഡ് ടു, ഇവിടെ നമ്മൾ ING ചേർക്കണം എന്ന് പഠിച്ചു. സ്മോക്കിംഗ്. ഇനി ഞങ്ങൾ നടക്കാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു വാക്ക്. ഞങ്ങൾക്ക് നടത്തം ശീലമാണ്. വീൻ്റെ കൂടെ ആറാണ് വരിക അല്ലേ. വി ആർ യൂസ്ഡ് ടു വാക്കിംഗ്. വി ആർ യൂസ്ഡ് ടു വാക്കിംഗ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വർക്ക്സ് ഉണ്ട്. ഇവിടെ യൂസ്ഡ് ടു ആണോ യൂസ്ഡ് ടു ആണോ അല്ലെങ്കിൽ ബി യൂസ് ടു ആണോ എന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കോമെൻറ്റ് സെക്ഷനിൽ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ പുതിയ പ്രീമിയം ബാച്ച് ഈ വരുന്ന വെനസ്ഡേ നെക്സ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്. യു ക്യാൻ കോൺടാക്ട് മീ റൈറ്റ് അവേ. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ വാച്ചിങ് മൈ ക്ലാസ്.